മുരുക ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. മാഷേ, വിലപിടിപ്പുള്ള വല്ല സാധനം മാറ്റി വെച്ചോ. ഇതേ തള്ള വന്നിട്ടുണ്ട്. മോഷണം. എടാ മോട്ടിക്കണ്ടേ നിന്റെ അമ്മുമ്മയുടെ അച്ഛൻ. രാവിലെ ഈ തള്ളയുടെ വായിരിക്കുന്ന കേക്കിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേടാ. ഓ, സ്വന്തം തറവാട് സ്വത്തുമാരിയല്ലേ വന്ന് കേറുക, പിടിക്കുക, ഉരിയ. എന്നാ എനിക്ക് വേണ്ട. ആ, ഉരിഞ്ഞതല്ലേ, കേറ്റിക്കോ കേറ്റിക്കോ. എടാ പരമേ, തള്ളക്കൊരു ചായ. ഉള്ളതിന് വലുതാ. പേടിച്ചു പോയല്ലോ. പതുക്കെ വെച്ചൂടെ ചായ. തള്ളേ, ബീഡി ഉണ്ടോ? ബീഡി. ബീഡി ഇവിടെ ഉണ്ടല്ലോ. അതല്ല, സ്പെഷ്യൽ ബീഡി. കഞ്ച കഞ്ച. കഞ്ചാവ് വിൽക്കണ്ടേ നിന് തള്ളേടാ. ധൈര്യം ഉണ്ടാ കെട്ടൊന്ന് അയച്ചു കാണിക്കാൻ. എടാ, കണ്ട എരപ്പാളികളെ മുമ്പിൽ അയച്ചു കാണിക്കാനുള്ളതല്ലടാ എന്റെ കെട്ട്. മുരുകാ മുരുകാ അയ്യോ അയ്യോ, ഇതെങ്ങനെ എന്റെ കച്ചത്തിൽ വന്നത്? എങ്ങനെ വന്നുള്ളതൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, നിങ്ങൾ എന്നോടെങ്കിലും ഈ പണി കാണിക്കാമെന്നാ ഞാൻ വിചാരിച്ചത്. അവിടെ ഇങ്ങനെ വാതല്ലേ. ഇതെന്താ പോ. ബാലഗോപാല, ഞാൻ വരട്ടെ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. മുരുകാ, എന്റെ മുരുകാ. ഹരഹരോ ഹരഹര. തള്ളേ, ഒന്നിങ്ങോട്ട് വന്നേ. ആരായി നിക്കണത്? എവിടെയായിരുന്ന നീ ഇത്ര കാലം വരെ? ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്. അതല്ലേ ഉള്ളൂ. എത്ര വേണം നിനക്ക്? തൽക്കാലം ഒരു 4 മതിയോ? 4 മതി. ഒരിട്ട കാശ്. മുരുകാ, ഇന്നത്തെ ആദ്യത്തെ കച്ചവടാണ്. നീയുള്ളട ഈ നാട്ടിലൊരു ആൺകുട്ടി. ഇപ്പൊ പണ്ടത്തെ പോലെ നല്ലട മോനെ. കത്തിച്ച് കളയല്ലേ കാലമാടന്മാര്. ഓ, കരിഞ്ഞു കിടക്കണ കണ്ട സഹിക്കില്ല. നീ അടിവാർത്തിക്ക? ഇല്ല, മേലോട്ടാ. ആ, നീ ഇത് വലിച്ചാ മേലോട്ട് തന്നെ പോവും. മുരുകാ മുരുകാ. ഹരഹരോ ഹരഹര. സ്വാമിയേ ഹരഹര. സ്വാമിയേ ഹരഹര. മോനെ, പേടിച്ചു പോയല്ലോ. ഈ ശബ്ദം കേട്ടിട്ടാ? അല്ലല്ല, ഈ കോലം കണ്ടിട്ട്. നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അയ്യോ, ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ല. എന്നാ പറയണ്ട. എന്റെ പഴനിയാണ്ടവനാണ് സത്യം. നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം കൊണ്ടാ തള്ള വന്നേക്കണത്. ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ വാ. ഒരാളെയും കൊണ്ടാ ഞാൻ വന്നേക്കണത്. നിനക്കൊരു സഹായത്തിന്. എനിക്ക് സഹായം? ആ, ദയവായിട്ട് തള്ളേരെ കയ്യിൽ കൊണ്ടു തന്നതാ. നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകൊച്ച്. പെൺകൊച്ചോ? ആ, ഒന്നാമത് ഞാൻ നിങ്ങളോട് സഹായത്തിന് ആളെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഒറ്റ പെണ്ണുങ്ങളെ സഹായത്തിനൊന്നും പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? അയ്യോ, ഇത് മറ്റേ ഇനത്തിൽ പെട്ടതൊന്നുമല്ല. ഏതെനത്തിൽപ്പെട്ടതായാലും ശരി, കണ്ണി കണ്ട ലോറിക്കാരും ഊരും പേരും അറിയാത്ത പണിക്കാർ കയറി ഇറങ്ങുന്ന സ്ഥലമായത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വെറുതെ ഒരു പേരുദോഷം ഉണ്ടാക്കാൻ. എടാ കുട്ട, ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇന്ന് വരെ നമ്മളെ പറ്റി ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ടാ? അയ്യടാ, പേരുദോഷം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം. അതെ, നിങ്ങളൊന്ന് ഇറങ്ങി, എനിക്ക് പലകിടണം. അല്ല മോനെ, ഇനി ഉള്ള സത്യം പറയാലോ. എന്റെ മോനെ, കാട്ടാനും കരിമ്പോത്ത് ഇറങ്ങണേന് മുമ്പ് കുടിയിലെത്താന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴാ
ഒരു പെങ്കൊച്ചു ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അതും ഇരുട്ടത്തെ. ഉരുള് പൊട്ടിയെന്നോ ചൊരടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് ബസ്സുകാരെ ഇറക്കി വിട്ടിട്ട് പോയതാ. എങ്ങോട്ട് പോണെന്നറിയാതെ അന്തിച്ചു നിൽക്കണ കണ്ടപ്പോ പാവം തോന്നി. ഞാനൊരു പെണ്ണല്ലട. ഇവിടെ ആവുമ്പോ അതിന് രണ്ടു വറ്റുമായി, നിനക്ക് എല്ലാത്തിനും ഒരാളുമായി. എനിക്കൊരാളും വേണ്ട. അതെ, ആദ്യം പെണ്ണ് വരും, പുറകെ പോലീസോ ഇടിവണ്ടിയോ വരും. പെൺവാണിവോ സ്ത്രീപീഡനമൊക്കെ ഉള്ള കാലാതള്ള ഇത്. അല്ല, നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേടെ അത് ഇവിടെ എവിടെയെങ്കിലും ചൊല്ലി കൊടുക്കോട്ടെ. എന്നിട്ട് നാളെ വെളിച്ചാവണേന് മുമ്പ് ഞാൻ വിളിച്ചോണ്ട് പോകും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ? അയ്യോ, ഇപ്പോഴോ? ഈ പാതിരാത്രിക്കോ? തൊട്ടാ പൊട്ടന് പ്രായമുള്ള ഒരു പെണ്ണിനെയും കൊണ്ടോ? അയ്യോ, നിങ്ങൾ എന്ത് വേണേ ചെയ്യേ, ഇവിടെ പറ്റില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്ക. മോളെ, നീ ഇങ്ങോട്ട് കേറി പോര്, ഇത് നമ്മുടെ വീട് തന്നെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ പോലെ? അല്ലേ? ഏയ് അല്ലേ, അവിടെ നിൽക്കാൻ അല്ലേ? ഇത്തിരി കഞ്ചാവുണ്ട്, തള്ളക്ക് തരട്ടെ. ഓടെ അവിടെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ. അമ്മയാ പറഞ്ഞ തള്ളക്ക് തരാൻ. എടാ, നിന്റെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കണ ചവി പോടാ. പറ്റെഴുതുന്നേ ഒരു ഊണ്. ഇന്നലത്തെ ബാക്കിയും കൂടെ എടുത്തിട്ടുണ്ടേ. മുരുക, എടി മോളെ, വന്ന സമയത്തിനുള്ളിൽ ആ മാസയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കിയില്ലേ? ഇങ്ങോട്ട് വന്നേ മായമ്മേ. എടി മോളെ, ഒന്നവിടെ നിന്നേ. ഒരു കാര്യം നിന്നോട് ചോദിച്ചിട്ട്. എടി, ഒന്നവിടെ നിക്കേ. ഒന്ന് നിക്കടി പെൺകുട്ടി, ചോദിച്ചോട്ടെ നിന്നോട്. ഇച്ചിരി നേരം നിക്കടി പെണ്ണെ. എടി, ഒന്ന് നിക്കടി അവിടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ആർക്കാ മെഴുക്കുവരട്ടി? വെട്ടി വിഴുങ്ങടാ, നീ വെട്ടി വിഴുങ്ങ. ആ കൂട്ടുകാരൻ നോക്കടി. വരുന്നൂന്ന്. ഇത്തിരി പുളിശ്ശേരി അച്ചാറും. പുളിശ്ശേരി, ഇവിടെ പുളിശ്ശേരി വിളമ്പ്. മാങ്ങാക്കറി ഇവിടെ വെച്ചിട്ട് നീ ഞാൻ പിടിച്ചോളാടി. അമ്പടി കേമി. ഒരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. എന്ത് ചവിയാണിത്? എടി, നീ എന്നെ തള്ളി മാറ്റിട്ട് പോണെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്താണ് നീ മനുഷ്യനെ കാണാത്ത പോലെ? ഈ പെണ്ണ് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ ഇവരെയൊക്കെ പറഞ്ഞു അയച്ചിട്ട് വരാം, അങ്ങോട്ട് മാറുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുക? ഒരു പഴം ഇട് പോന്നോട്ടെ. ചങ്ക് പൊട്ട വെച്ചിട്ട് മയ്യ. ആരാ രസം ചോദിച്ചത്? ഇവിടെ. ഇവിടെ അല്ലേ? എടി മോളെ, ഒരു 5 രൂപ തന്നെ. അതിന്ന് ഒരു 5 രൂപ തരാനേ. അയ്യോ, ഞാൻ തരില്ല. അതെന്താ? തരാൻ പാടില്ല, അത്ര തന്നെ. ഇത്ര പൊള്ളാനായിട്ട് അത് നിന്റെ കാശൊന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ. ഇതേ മാഷിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. എനിക്കിത് വേണടി. തെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേനെ എനിക്കിതന്നെ വേണം. ഓരും വിട്ടോളെ. മനസ്സിലാവുണ്ടീ? ഇവിടെ നടക്കണ കുട്ടൻസും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിയുടെ താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത്. തീർത്തരാടി, ഞാനായിട്ട് തന്നെ തീർത്തരാടി. എടി,
ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ 1/2 സെക്കൻഡ് മതിയിടി പെണ്ണെ, 1/2 സെക്കൻഡ്. നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ തള്ളയുണ്ട്. എന്താ എന്താ മോനെ? എന്നോട് ഒരു 5 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാത്തോണ്ടാ. ദിവസം വന്ന് ഞഞ്ഞ മേടിച്ചോണ്ട് പോകണ്ടല്ലോ, പിന്നെന്തിനാ കാശ്? കുഴിച്ചിടാൻ, എന്നിട്ട് മുളച്ചു വരുമ്പോഴേ ദേ ഇങ്ങനെ പറിച്ചെടുക്കാൻ. എന്നാലേ കുഴിച്ചിട്ടാ മുളയ്ക്കുന്ന കാശൊന്നും ഇവിടെ ഇല്ല. നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കണ കാശേ നാട്ടുകാർക്ക് ഒക്കെ അറിയണം നിന്റെ അധ്വാനം. തള്ളെ മിണ്ടാൻ വേണം. മിണ്ടാൻ തന്നെയാണ് പോണത്. ചായ കച്ചവടം മാത്രല്ല ഇവിടെ നടക്കുന്നത്. വേണമെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണത്തിനെയും കൂടെ കൊണ്ടുതരാ. നടത്തിക്കോടാ, വെച്ച് നടത്തിക്കോടാ. അയ്യോ എന്റെ പല്ലേ, എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പല്ല് പോയേ. കാണിച്ചു തരാടാ എരപ്പേ, കള്ള ആരെന്ന് അറിയിച്ചു തരാടാ നിന്നെ. എടാ കണ്ടാ തവളെ പോലെ ആണെങ്കിലും മൂർഖം പാമ്പിനെയാടാ നീ നോവിച്ചു വിട്ടേക്കണത്. അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് അവൻ? ആര്? മറ്റോനെ കുഞ്ഞുണ്ണി എങ്ങനെയുണ്ടെന്ന്? പാവ, കൊച്ചുകുട്ടികളുടെ സ്വഭാവ. എടി അതല്ലടി ചോദിച്ചത്, കിടക്കപ്പായല എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ ഓരോ കിന്നാരങ്ങള്. ആ കിന്നാരാണെന്ന് എന്നെ വെച്ചോ. നാണാണെങ്കിൽ നീ പറയണ്ട. ആ മുട്ടുമുറ്റി പോലെയുള്ള ഒരുത്തനല്ലടി നിനക്ക് കിട്ടിയാക്കണത്. സൂയിച്ചോ മോളെ, നീ നല്ലോണം സൂയിച്ചടി. പക്ഷേ ഈ തള്ളകാരനാണ് ഇതൊക്കെയെന്ന് നീ മറക്കണ്ട. മാഷ് ഇപ്പോഴും ഇവിടെ വരാറുണ്ടോടി? എന്താ മാഷേ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോന്ന്? മാഷിന് ഇവിടെ കടയില് തിരക്കൊഴിഞ്ഞിട്ട് എപ്പ വരാനാ? ആ പണ്ടും തിരക്കിനിടയിലാണല്ലോ അവിടെ എല്ലാം നടന്നോണ്ടിരുന്നത്. തള്ളേ, അയ്യോ അയ്യോ എടുത്തിട്ടേ നിങ്ങളുടെ മരമോന്തയ്ക്ക് കുത്തുവെച്ചതാണല്ലോ. അയ്യോ മോനുണ്ടല്ലേ? അയ്യോ ഇതാ എന്റെ മോൻ കിടക്കണ കണ്ട. പാരി എടുക്കല്ലേ, തല ഉറച്ചിട്ടില്ല. ഹായ് രണ്ടാളും കൂടി പണി പറ്റിച്ചല്ലേ. ശരിക്കൊന്ന് കാണട്ടെ ഞാൻ. നിങ്ങൾ എന്തായി കാട്ടണേ? ചേടാ ആണാ പെണ്ണാണെന്ന് അറിയണ്ടേ? അതിന് ചോദിച്ചാ പോരെ, തുണി നോക്കി നോക്കണോ? അത് ശരി. എന്തായാലും ഞാൻ കാരണം ഇതുവരെയൊക്കെ ആയല്ലോ, എനിക്ക് സന്തോഷായി. എടാ മോനെ കുട്ടാ, ആ ശരീരം കണ്ട നിന്നെ പോലെ തന്നെ, മുഖോ നമ്മുടെ മാഷെ പോലെ. അയ്യോ എണീക്കല്ലേ അവിടെ എരണക്കേടും പറഞ്ഞ് ഈ വഴിക്കങ്ങാൻ വന്നാണ്ടല്ലോ, വന്നാലെന്താ അരിഞ്ഞു കളഞ്ഞ ഇറങ്ങി പോരല്ലേ? അരിയോ നീ? അരിയടി, കൊല്ലുവോ? കൊല്ലടി, എന്നാ നീ ഒന്ന് കൊല്ലടാ. കൊല്ല്. കൊല്ലോ നീ എന്നെ. ഇറങ്ങി പോടി. കാണിച്ചു തരാടാ വെടങ്കോര. എടാ ഈ തള്ളോട് കളിച്ചിട്ടാരും ജയിച്ചിട്ടില്ലടാ. വിടങ്ങോരത്തിന്റെ തന്തേടി, ഇറങ്ങടി. നാശം കേട്ട് പിടിച്ചോനെ. കളവി മേലെ വഴിക്കൊന്നാണ്ടല്ലോ, ഒന്ന് കുടിച്ചുകൂടി ഞാൻ പറഞ്ഞേക്കാം. എന്റെ മേലെ നീ കൈ വെച്ചല്ലേടാ. രാവിലെ ഒരു വർത്താനായിട്ട് നിന്നെ ഇറങ്ങിയിരിക്കും. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ലടാ. ഏരപ്പാടി.